ശാസ്ത്രം പോയി ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുകയും എന്നിട്ട് വീട്ടിൽ വന്ന് ദൈവത്തിന് തൊഴുകയും ചെയ്യുന്ന, അത് രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സംഭവമാണ്. ഇന്ന് ലോകം എത്രമാത്രം വികസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് ശാസ്ത്രീയ വളർച്ചയ്ക്ക് ശേഷമാണ്. മതത്തിൽ ഒരു തെളിവും ഇല്ലെങ്കിലും ആൾക്കാർ അന്ധമായി അതിനെ വിശ്വസിക്കും. മതങ്ങൾ പണിമുടക്കിയത് കാരണം 1500 വർഷം വൈകി ഓടുന്ന ട്രെയിനാണ് ശാസ്ത്രം. അതുകൊണ്ട് ഞാൻ പറയില്ല, അത് ഗുണവും ദോഷവും ഉണ്ട്. പണ്ട് മുതലേ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെ ഒരു രണ്ട് വശമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാകേഷ് പ്രസന്നൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു തത്വചിന്തകനാണോ ഫിലോസഫറാണോ എന്നും പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് മിസ്റ്റർ സുഭാഷ് സുകുമാർ ഈച്ചർ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പല വീഡിയോസും ഞാൻ കാണുകയുണ്ടായി. വളരെ ക്യാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് താങ്കളുമായിട്ടൊരു സംഭാഷണം നടത്തണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് നേരെ സബ്ജക്റ്റിലോട്ട് കിടക്കാം. അതായത് സയൻസ് എടുത്ത് സയൻസിനെ മുൻനിർത്തി ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അവരെ എന്താ പറയുക, തത്വചിന്തകരെന്നോ അല്ലെങ്കിൽ യുക്തിവാദികളെന്നോ ഒക്കെ പറയുന്നവരും മതവിശ്വാസത്തിൽ തുടരുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്നു. ഇപ്പോൾ ശാസ്ത്രബോധത്തിനെ മുൻനിർത്തി ശാസ്ത്രം, പരിണാമം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുകയും ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ചേട്ടൻ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? കാര്യം നമ്മൾ എന്തായാലും മനുഷ്യൻ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ലാസ്റ്റ് ചെന്നെത്തിപ്പെടുന്ന മരണത്തിലാണ്. നമുക്ക് മരണത്തിനെ തടുക്കാൻ ഇത് രണ്ടും കൊണ്ടും സാധിക്കില്ല. ശാസ്ത്രബോധം കൊണ്ടും സാധിക്കില്ല, മതവിശ്വാസം കൊണ്ടും സാധിക്കില്ല. നമ്മൾ ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി മരിക്കാൻ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് എന്താണ് ഈ രണ്ട് പാത്തിലൂടെ പോകുന്നതിൻ്റെ ഒരു വ്യത്യാസം? അങ്ങനെ വ്യത്യാസം വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ചോദ്യം. അതെ. അതായത് ഈ മതങ്ങളെപ്പോഴും എന്താണ് വിശ്വസിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കും, അതിന് മാറ്റമുണ്ടാവില്ല. പക്ഷേ അതേസമയം ശാസ്ത്രീയപരമായി ചിന്തിക്കുന്നവരെന്ന് പറയുന്നത് അവർ നിരീക്ഷിക്കലാണ്, എല്ലാത്തിനും നിരീക്ഷിക്കലാണ്. അതായത് അവരുടെ ആൻസറുകളെന്നും സ്ഥായി ആയിരിക്കില്ല, ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഇന്ന് അവർ തന്നെ അവർ കണ്ടെത്തിയതിനെ പൊളിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി മറ്റൊരു വശവും കൂടി കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മതങ്ങളോട് അല്ലെങ്കിൽ ആത്മീയതയോട് എന്തുകൊണ്ടാണ് ഭൗതികവാദികൾ എതിർക്കുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രീയ യുക്തിവാദികൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം മനുഷ്യനെ വികസിതമായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ മതവിശ്വാസങ്ങളും അവരുടെ ആ പാരമ്പര്യവും ഒക്കെ തന്നെ പൊളിഞ്ഞ തറയിലേക്ക് പോകും, അല്ലെങ്കിൽ താഴേക്ക് പോകും. അതിനെ അനുവദിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഈ ശാസ്ത്രീയവും ആത്മീയവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഈ ശാസ്ത്രത്തെ എത്രയൊക്കെ തെളിവുകൾ നമ്മൾ നിരത്തിയാലും ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യും. പക്ഷേ മതത്തിൽ ഒരു തെളിവും ഇല്ലെങ്കിലും ആൾക്കാർ അന്ധമായി അതിനെ വിശ്വസിക്കും. അതെ. തെളിവുകളൊന്നും നമുക്ക് കാണിക്കാനില്ല, എന്നാലും അവരതിനെ വിശ്വസിക്കുകയും ശാസ്ത്രത്തിനെ നമ്മൾ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചാലും അതിൽ അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് കൂടുതലും. എല്ലാവരും അങ്ങനെ പറയുന്നില്ല, എങ്കിലും ഒരു 80% ആൾക്കാർ. അപ്പോൾ ഈ മതവിശ്വാസം നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മുടെ പൂർവികരാൽ ഇത്രയും ആഴത്തിൽ അത് ഇഞ്ചക്ട് ചെയ്തതുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ അതാണ് ഒന്ന്. പിന്നെ വീണ്ടും അതിനെ ഇപ്പോഴും സമൂഹം ഫോളോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ശാസ്ത്രീയപരമായി അതിനെ ആൻസർ പറയണമെങ്കിൽ, ശാസ്ത്രീയപരമായി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരത് പഠിക്കേണ്ടതായിട്ടുണ്ട്, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ വിശ്വാസത്തിലേക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ പഠിക്കേണ്ട, മടിയനായിട്ട് എന്ത് ചെയ്യാം? ഈസിയായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു വിഷയം. പിന്നെ മനുഷ്യൻ്റെ തലച്ചോറിനെന്ന് പറയുന്നത് മാക്സിമം പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ പുതിയ ഒരു ജനറേഷന് അനുയോജ്യമായ രീതിയിലേക്ക് ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവരുടെ തലച്ചോറ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. ഈ ആത്മീയതയിലൂടെ മാത്രമാകുമ്പോൾ അപ്പോൾ ഒരിക്കലും മാനസികപരമായ വികസിതമായിട്ടുള്ളൊരു ചിന്തയായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഇവിടുത്തെ കാലഘട്ടത്തിന്. ഒരു ഫിലിമിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, അത് എന്താണ്, 1500 വർഷം മതങ്ങൾ പണിമുടക്കിയത് കാരണം 1500 വർഷം വൈകി ഓടുന്ന ട്രെയിനാണ് ശാസ്ത്രം എന്നൊരു നല്ലൊരു വാക്കുണ്ട്. അപ്പോൾ ഇത് അത്രയും മുരടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കുമ്പോഴും
ശാസ്ത്രീയപരമായ കണ്ടെത്തലുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇന്ന് ലോകം എത്രമാത്രം വികസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് ശാസ്ത്രീയ വളർച്ചയ്ക്ക് ശേഷമാണ്. ഈ ഈ ഈ രണ്ട് രീതിയിലും ഇതിലും നോക്കിക്കഴിഞ്ഞാൽ, കാരണം ശാസ്ത്രം ഇത്രയും വളർന്നു, പക്ഷേ ഈ ഇപ്പം ശാസ്ത്രീയപരമായി കണ്ടെത്തി അതിൻ്റെ ഉപയോഗശൂന്യമായ വേസ്റ്റിനെ ഇതുവരെയും എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഇതുവരെയും ശാസ്ത്രത്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് തന്നെ മനുഷ്യന് വേസ്റ്റുകൾ തന്നെ മനുഷ്യന് നാശങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ആത്മീയപരമായി മനുഷ്യനെ അവൻ്റെ ഭൗതികപരമായ ചിന്തകളെ മുരടിപ്പിച്ചിടുമ്പോൾ ശാസ്ത്രീയപരമായ പല കണ്ടെത്തലുകളും ഇന്ന് നാശത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സമൂഹം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സോക്കോൾഡ് സമൂഹം ഒരു വിദ്യാഭ്യാസ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ PhD-കാരുണ്ട്, MA-കാരുണ്ട്. ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലും ആൾക്കാർ, ആ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരും കൂടുതലും മതവിശ്വാസികളാണ്. ഈ മതവിശ്വാസവും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശാസ്ത്രബോധം വരേണ്ട ഒരു മേഖലയാണ്. പക്ഷേ ഈ ശാസ്ത്രവും മതവും രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ശാസ്ത്രം പോയി ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുകയും എന്നിട്ട് വീട്ടിൽ വന്ന് ദൈവത്തിന് തൊഴുകയും ചെയ്യുന്ന, അത് രണ്ടും കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സംഭവമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഭൂമി എങ്ങനെ ഉടലെടുത്തു, ഇവോൾവ് ചെയ്തു, എന്താണ് ബിഗ് ബാങ്, എന്താണ് യൂണിവേഴ്സ് എന്താണ്, മൾട്ടിവേഴ്സ് എന്താണെന്നൊക്കെ പഠിക്കുന്ന കാലത്തിൽ തന്നെ നമ്മൾ എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ദൈവത്തിനെ തൊഴും, ദൈവമാണ് സൃഷ്ടിച്ചതെന്നും പറഞ്ഞ് തൊഴുകയും ചെയ്തു. ഇത് ഒരു വിരോധാഭാസമല്ലേ? അതായത് ഇതെങ്ങനെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? കാര്യം ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യണോ അതോ ദൈവത്തിനെ ഫോളോ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പൊതുവെയില്ലേ? അതിൻ്റെ പിന്നിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാൻ നല്ലൊരു കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ലാംഗ്വേജിനകത്താണ് ആത്മീയത അടയ്ക്കുന്നത്. ഇതല്ലേ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇത്തരം ലാംഗ്വേജുകൾ പഠിപ്പിക്കുന്നതിനകത്ത് എന്ത് ചെയ്യും? അതിനകത്ത് ആത്മീയത അടയ്ക്കും. എന്നിട്ട് ബാക്കിയുള്ള ഈ ശാസ്ത്രീയതരകത്ത് ഒരു ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ ഒരു സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, ആത്മീയത അറിയാൻ പറ്റും. വളരെ നല്ല കറക്റ്റ് പോയിന്റാണ്. മനസ്സിലല്ലേ? നമുക്ക് മതം കുത്തി നിറയ്ക്കാൻ പറ്റുന്നത് ലാംഗ്വേജസിലാണ്. ശാസ്ത്രത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ ലാംഗ്വേജിൽ നമുക്ക് എന്തും പറയാം. ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഇപ്പോൾ അത് പറഞ്ഞിട്ട് തന്നെ ഒരു രാജ്യത്ത് എന്തിനാണ് നാളെ ഈ രാജ്യത്തിലുള്ള ഓരോ പൗരന്മാരാണ് ഇന്നിരിക്കുന്ന ഈ കുട്ടികൾ, മനസ്സിലായില്ലേ? എന്തിനായിരിക്കും ഒരു രാജ്യത്ത് ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള വിദ്യാഭ്യാസം? ഒരു രാജ്യത്ത് ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രമേ കൊടുക്കാവൂ. മനസ്സിലായില്ല, ഉയർന്നതും. അതായത് ഇപ്പോൾ CBSE സിലബസ്, മനസ്സിലല്ലേ? അതേസമയം കേരള സിലബസ്, ഇത് രണ്ടും ഒരേ പ്രായത്തിലുള്ള നാളത്തെ ഇന്ത്യൻ പൗരന്മാരാകാനുള്ളവർ രണ്ട് നിലവാരത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കുന്നത്. അതൊരു രാജ്യ പിന്നിൽ രാഷ്ട്രീയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നമ്മൾ പല ചെറിയ സ്റ്റേറ്റുകളായിട്ട് ഭിന്നിച്ച് കിടന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇതിനെ സെൻട്രലൈസ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് CBSE വന്നത്. അപ്പോൾ അതുകൊണ്ട് സെൻട്രലൈസ്ഡ് സിലബസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഇവർക്കൊക്കെ ട്രാൻസ്ഫറുകൾ നിരന്തരം വരികയും ഈ പറഞ്ഞ അപ്പം CBSE എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ആയാലും അവരുടെ പിള്ളേരെ ആ CBSE സിലബസിലോട്ട് തന്നെ ചേർക്കാൻ പറ്റും. പക്ഷെ വേറെ കേരള സിലബസ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ ആയിരുന്നാലും കേരളത്തിൻ്റെ ആയിരുന്നാലും ആന്ധ്രയുടെ ആയിരുന്നാലും അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റേറ്റിൻ്റെ ആയിരുന്നാലും അവരുടേതായ സിലബസാണ്. അതിലോട്ട് ഇവർക്ക് മെർജ് ചെയ്ത് കയറാൻ പറ്റില്ല. ഇപ്പോൾ ആസാമിൽ നിന്ന് ഒരാൾ ട്രാൻസ്ഫർ ചെയ്ത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ CBSE എന്നൊരു ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ കേരള സിലബസിൽ ചേരേണ്ടി വരും. അപ്പോൾ അവർക്ക് കേരള സിലബസ് എന്ന് പറയുമ്പോൾ മലയാളം ലാംഗ്വേജ് വരും, ഇതുവരെ. അപ്പോൾ നിങ്ങൾ CBSEയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിന്ദി ഒരു നാഷണലൈസ്ഡ് ലാംഗ്വേജ് ആക്കി വെച്ചിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ ഉള്ളൂ. പിന്നെ തേർഡ് ലാംഗ്വേജ് ഓപ്ഷണൽ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പം ഈ ഇന്ത്യ മൊത്തം ട്രാൻസ്ഫർ ആവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു CBSE എന്നൊരു സിസ്റ്റം. ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചാൽ ട്രാൻസ്ഫർ ആവുന്ന സമയത്തും ഈ പറയുന്ന അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CBSE എന്ന് പറഞ്ഞൊരു സിലബസ് കൊണ്ടുവന്നത്. അത് പിന്നീട് വരികയാണ് ചെയ്തത്. അതല്ല അപ്പോൾ അവിടെ രണ്ട് ടൈപ്പ് കപ്പാസിറ്റിയാണ് കുട്ടിയൊക്കെ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടൊരു സർക്കാരിന്
ഈ അതായത് ഒരേപോലത്തെ എല്ലാം CBSE ആക്കിക്കോളൂ, അല്ലെങ്കിൽ CBSE മീൻസ് അതേ ക്വാളിറ്റിയുള്ള അതേ രീതിയിലുള്ള വിദ്യാഭ്യാസം എന്തുകൊണ്ട് കുട്ടിക്ക് കൊടുത്തുകൂടാ? നാളൊരു സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ രണ്ട് കുട്ടികളെയും നിർത്തി കഴിയുമ്പോൾ അവർ രണ്ടുപേരും കഴിവുകൾക്ക് വ്യത്യാസമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത്, അത് വീണ്ടും നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് പോകേണ്ടി വരും. കാര്യം നമ്മൾ ഇന്ത്യ ആസ് ഒരു കൺട്രി എന്ന് പറയുന്നത് ഒരു കൺട്രി അല്ല. നമ്മൾ പല പല നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിച്ച് കിടന്നവരാണ്. നമുക്ക് ഓരോരോ നാട്ടുരാജ്യങ്ങൾക്ക് അതിൻ്റെതായ കൾച്ചറുണ്ട്, മനസ്സിലായി. ഈ കൾച്ചറിനെ എല്ലാം കളഞ്ഞിട്ട് നിങ്ങളെല്ലാം ഒന്നാവുക എന്ന് പറയുന്നതിന് പലർക്കും വിയോജിപ്പുണ്ട്. എസ്പെഷ്യലി തമിഴ്നാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരത് ഭയങ്കര വൈകാരികമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. തമിഴ് മാറ്റാൻ പറ്റില്ല, ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറയുന്നതിന് ഒരു എതിർപ്പുകളുമുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ ആസ് എ ഹോൾ ഇന്ത്യ കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം ഇന്ത്യ ഒരു സെൻട്രലായിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ പൂർവികം അങ്ങനെയായിരുന്നു. നമ്മൾ ആക്ച്വലി ഇന്ത്യ ഒരു രാജ്യമായിട്ട് തന്നെ വരേണ്ടവരല്ല, പല പല നാട്ടുരാജ്യങ്ങളായിട്ട് നിന്നിരുന്നതാണ്. പിന്നെ നമ്മൾ ബ്രിട്ടീഷുകാരൊക്കെ വന്ന് അങ്ങനെയൊക്കെ വന്നതിന് ശേഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്നിക്കപ്പെടുകയാണ് ചെയ്തത്. ഒന്നിക്കപ്പെടുമ്പോഴും ഭിന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത് സ്റ്റേറ്റുകൾ തമ്മിൽ. അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ആസ് എ ഹോൾ ഒരു സെൻട്രലൈസ് സിസ്റ്റത്തിനിടെ കൊണ്ടുവരുന്നതിന് പരിമിതികളുണ്ട്. അപ്പം ഇതർ നിങ്ങൾക്ക് സെൻട്രലിൽ അപ്പോൾ ആൾക്കാർക്ക് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ഇവിടെ ചാൻസ് ഉള്ളൂ. ഒന്നെങ്കിൽ either നിങ്ങൾ സ്റ്റേറ്റിൽ ചേർത്തോ അല്ലെങ്കിൽ സെൻട്രലിൽ ചേർത്തോ. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ അയാൾ സെൻട്രലിൽ ചേർക്കാൻ നോക്കും. കാര്യം അയാൾക്കറിയാം നാളെ ഞാൻ ട്രാൻസ്ഫർ ആയി പോകേണ്ടതാണ്. അതുകൊണ്ട് നിർബന്ധിതരാവുകയാണ്. അല്ല, ഇപ്പം മലയാളം വയ്ക്കുന്നുള്ള ഇംഗ്ലീഷ് തന്നെയാണ് വയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പഠിപ്പിക്കുന്ന പഠന നിലവാരങ്ങൾക്ക് വ്യത്യാസം അതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സിസ്റ്റം പറഞ്ഞതൊക്കെ അതിൽ തന്നെ പറഞ്ഞു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ മക്കളെ പ്രൈവറ്റായിട്ടും പഠിപ്പിക്കുന്നു, മനസ്സിലല്ലേ? സാധാരണക്കാർക്ക് അപ്പോൾ ഇതിനകത്ത് സാധാരണപ്പെട്ട ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ? നമ്മളിവിടുത്തെ എന്തുകൊണ്ട് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൂടാ? ഈ കുട്ടികളോടുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ട് കാണിച്ചു? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി മൊത്തമായിട്ടൊരു അഴിച്ചുപണി ആവശ്യമുണ്ട്. ഇത് ഒരു സമയത്ത് സംഭവിച്ചതല്ല, ഇത് കാലാകാലങ്ങളായിട്ട് മാറ്റി എഴുതപ്പെട്ടതാണ്. അപ്പം അതിന് പരിമിതികളുണ്ട്. പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം ഒരുമിച്ചിക്കുക എന്ന് പറയുന്നത് സർക്കാർ ആ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. അത് സ്റ്റേറ്റുകളുടെ കൾച്ചറും അവരുടെ ഇതും മാറുകയും ചെയ്യരുത്. അവരുടെ റീജിയണൽ ലാംഗ്വേജ് അവർ പഠിക്കുകയും ചെയ്യണം. സെൻട്രലൈസ്ഡ് പറ്റി ഇപ്പോൾ ഹിന്ദി കൊണ്ടുവരുന്നതിലാണല്ലോ ഇപ്പോൾ ഇത്ര എതിർപ്പുകൾ വന്നത്, അല്ലേ? ഹിന്ദി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകാരും അതിനെ എതിർത്തു. എന്താ, ഞങ്ങൾക്ക് ഹിന്ദി ആവശ്യമില്ല, ഞങ്ങൾക്ക് മലയാളം മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തമിഴ് മതി എന്ന് പറയുന്ന കോൺഫ്ലിക്ട്സുകളുണ്ട്. അപ്പോൾ ഈ പല പല കൾച്ചറിൽ ജീവിക്കുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. അല്ല, അത് തന്നെ ആണ് അല്ലെ? അതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ രണ്ട് കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞ് അവർ ഒരു രാജ്യത്തിൻ്റെ പൗരനാണ്, മനസ്സിലല്ലേ? അപ്പോൾ അവർക്ക് രണ്ടുപേരും നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവൻ അതായത് പിന്നെ ലോക്കൽ എഡ്യൂക്കേഷൻ ചിന്താഗതിയാണെന്നുള്ളത് ഹൈ എഡ്യൂക്കേഷൻ ചിന്താഗതിയുള്ള സമാന പ്രായക്കാർക്ക് തോന്നുകയാണ്. അപ്പോൾ രാകേഷ് ചേട്ടാ, നമ്മൾ ഇതുവരെ നമ്മൾ സംസാരിച്ച നിലവിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ പുതിയ തലമുറകൾക്കും അല്ലെങ്കിൽ സമൂഹത്തിനും ഒക്കെ തന്നെ വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളാണ് രാകേഷ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച്, സോഷ്യൽ മീഡിയ മാഷിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഈ അതിൻ്റെ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഉപയോഗവും അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസുകളും പ്രശ്നങ്ങളും മാഷിൻ്റേതായ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് മാഷ് വിലയിരുത്തുന്നത്? സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ ഒരു പരിണാമത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ പറയുന്ന യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ പൂർവികരെ കുറ്റം പറയും. ഇപ്പം പറയുന്നതെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ കുറ്റം പറയുന്നത് നിങ്ങൾ ഫുൾ ടൈം ഫോണിലാണ്. ഇതെല്ലാം പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് നമ്മൾ കേബിൾ ടി വി ആയിരുന്നു. നമ്മൾ കേബിൾ ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പൂർവികർ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറ്റം പറയും. 24 മണിക്കൂർ ടി വിയുടെ മുമ്പ് പോയിരിക്കുന്നോടാ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് അന്നത് വലിയൊരു ആകർഷണമായിരുന്നു. ഇപ്പോൾ എൻ്റെ മക്കൾ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടി വി ഉണ്ട്, ഹോം തിയേറ്റർ ഉണ്ട്, അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് മൊബൈൽ മതി. അവർക്ക് ഈ പറഞ്ഞ കണക്ക് റീൽസും അതിനോടൊക്കെ താല്പര്യം. അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഡോപ്പമൈൻ ഹിറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ,
നമുക്ക് ആർക്കും ഇപ്പോൾ പഴയ കണക്ക് ലോങ് ഇതൊന്നും ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമ നമുക്ക് എത്ര പേർക്ക് കാണാൻ പറ്റും? 50 ഓവർ ക്രിക്കറ്റ് എത്ര പേർക്ക് കാണാൻ പറ്റും? ഇപ്പോൾ 2020 ആയി. ഞാൻ പറയുന്നത് 2020 10-10 ആവും. 5-5 ആയാലും അതിശയിക്കാനില്ല. 5 ഓവർ കളി എന്ന് പറയുന്നത്. കാര്യം ആൾക്കാർക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ ഉത്തേജനം കിട്ടുക എന്നുള്ളതാണ് ബ്രെയിനിന്. അതിന് ഡോപ്പമൈൻ എന്നോ അതൊക്കെ പറഞ്ഞിട്ട് ഹോർമോൺസിൻ്റെ ശാസ്ത്രീയമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റിയും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഉത്തേജനം കിട്ടുന്ന കാര്യങ്ങൾ കുറഞ്ഞ സമയത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. കാര്യം നമുക്ക് ആർക്ക് പണ്ടൊരു സിനിമയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ലോങ് ഷോട്ട് വയ്ക്കും. ഒരാൾ അവിടെ നടന്ന് വരുന്നത് അവിടെ നടന്ന് ഇവിടെ വരെ വരുന്നത് വരെ കാണിക്കും. ഇന്നിപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പോഴേ എണീറ്റ് പോകും. അവനതൊന്നും കാണാൻ സമയമില്ല. അവന് പെട്ടെന്ന് എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? സോ ബി ഫാസ്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റീൽസിന് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാര്യം. കാര്യം ഷോർട്ട് പീരീഡിൽ തന്നെ റീൽസ് അങ്ങനെ മാറ്റിയെടുത്താണെന്ന് പറയാൻ പറ്റുമോ? കുറച്ച് സ്പീഡാക്കി എടുത്തതാണോ റീൽസ്? അതെ, അല്ലല്ല, അതൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയിൽ സംഭവിച്ചു പോയതാണ്. അത് ക്ലിക്കാവുന്നതാണ്. നമ്മൾ റീൽസിനെ കാട്ടി ഇനി അടുത്ത എന്താണെന്ന് മനുഷ്യൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെ മനുഷ്യനെ ഉത്തേജിപ്പിക്കാമെന്ന്. അപ്പോൾ അത് കയറി ക്ലിക്കാവും. അപ്പോൾ റീൽസ് പോകും. റീൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടൻറ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് മിനിറ്റിന് കണ്ടൻറ്റാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ടൻറ്റിനെ നമുക്ക് തട്ടിവിടാം. അടുത്ത കണ്ടൻറ്റ് വരും. അതിഷ്ടമല്ലേ, തട്ടിവിടാം. നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യും, നമ്മൾ കാണും. അതിനനുസരിച്ചാണ് അവരെ അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ള ഒരു അൽഗോരിതമാണ് ഈ പറയുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ സെറ്റ് ചെയ്ത്. നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റീൽസാണ് വരുന്നത്. അതിനെ ഫിൽട്ടർ ചെയ്ത് അത് വലിയൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ പരിണാമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയ നിലവിൽ നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ ഉള്ള അതായത് ഒരു പ്രാദേശികപരമായി നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ആരും അറിയാതെ പോകുന്നുണ്ട്, വലിയ വലിയ വിഷയങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇന്നിത് ജനങ്ങൾക്ക് പെട്ടെന്ന് ഇടപെടാനും അത് എന്താണ് അതിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പരസ്പരം മനുഷ്യനെ വിഘടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഇതും ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ലേ? എങ്ങനെയാണ്? വിഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ യോജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ വിപരീതവും നടക്കും. നിങ്ങളിപ്പം ഒരു പെർട്ടിക്കുലർ ഉദാഹരണം നമുക്ക് ഒരു മതത്തിന് എതിരായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതക്കാരെ നിങ്ങൾ ഒന്നിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ മതത്തിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മതക്കാരെയും നിങ്ങൾ ഒന്നിപ്പിക്കുക. രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബേസിക്കലി ചുമ്മാ ഒരു ഇതിൽ ഉദാഹരണത്തിന് പറയുന്നത് നിങ്ങൾ ഹിന്ദുവാണ്. നിങ്ങൾ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്ന രീതിയിലുള്ള വേറൊരു മുസ്ലിം മതമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിനെ പറ്റി എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും കൂടെ ഒന്നിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അവർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് എന്തായിരുന്നു നിങ്ങളുടെ ചോദ്യം? എന്തായിരുന്നു? സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഉപയോഗവും ഇപ്പോൾ സമൂഹത്തിലുള്ള പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ആൾക്കാരെ വിഘടിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അതുകൊണ്ട് ഞാൻ പറയില്ല, അത് ഗുണവും ദോഷവും ഉണ്ട്. പണ്ട് മുതലേ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെ ഒരു രണ്ട് വശമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്ക് ആർക്കും വന്ന് എന്തോ അഭിപ്രായം പറയാം, ആർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. നമുക്ക് ആരെയും മുഖ്യമന്ത്രിനെയോ പ്രധാനമന്ത്രിനെയോ ആരെയും വന്ന് വിമർശിക്കാം, നമുക്ക് വീഡിയോ ഇടാം, നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പറയാം. മനസ്സിലായില്ലേ? അത് ഒരുപാട് പ്രശ്നങ്ങൾ, അത് ഒരുപാട് ക്രൈംസിനെ വെളിയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ത്രീകളെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ടല്ലോ എന്ന് പറയുന്നതൊക്കെ പറഞ്ഞു നിർത്തേണ്ടി വരും. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ള ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ ഈ പ്രണയത്തെ അല്ലെങ്കിൽ പ്രേമത്തെ എങ്ങനെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്? നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രണയവും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള പ്രണയവും തമ്മിൽ, അല്ലെങ്കിൽ പ്രണയത്തെ സോഷ്യൽ മീഡിയ സ്വാധീനിച്ചിട്ടുണ്ടോ? പ്രണയവും സോഷ്യൽ മീഡിയയും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷേ പ്രണയത്തിലേക്ക് എത്തിപ്പെടാൻ സോഷ്യൽ മീഡിയ ഒരു ഉപാധിയാക്കി പലരും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പത്തിനൊപ്പം ചൂഷണം ചെയ്യപ്പെടാനും അതിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പ്രണയങ്ങൾ വളരെ വിജയിച്ച പ്രണയങ്ങളും പിന്നെ ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിച്ച പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊരു ശതമാനം. അറ്റ് ദ സെയിം ടൈം പരാജയപ്പെട്ടതും അതിനെക്കാട്ടി ഉണ്ടായിട്ടുണ്ട്.
ഇതിപ്പോൾ ആർക്കും ആരെ ആക്സസ് ചെയ്യാമല്ലോ. നമുക്കിപ്പോൾ ഒരു പെണ്ണിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാം, ആർക്കും അയക്കാം, ആർക്ക് തിരിച്ചു അയക്കാം. അത് ഒരു ഭയങ്കര ഫ്രീഡമാണ്. നമ്മളൊരു വലിയ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ആ സ്വാതന്ത്ര്യത്തിനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, ദുരുപയോഗം ചെയ്യുകയും ചെയ്യാം. നേരത്തെ മാഷ് പറയാൻ നല്ലൊരു വാക്കണ്ടിട്ട് എനിക്ക് കേൾക്കാൻ നല്ല രസവും ചിന്തിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് പ്രണയത്തിൻ്റെ എന്താണ് പരിണാമം. അത് ആ ഒരു വാക്ക് അതൊക്കെ അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? പ്രണയത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം എന്ന് പറയുന്ന വികാരം അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശം നോക്കിയാൽ ഇപ്പോൾ ഒരു 18 വയസ്സിൽ 22 വയസ്സിൽ 2 പേര് പ്രണയിക്കാൻ തുടങ്ങി. ഈ പ്രണയം എങ്ങനെയാണ് 60ഉം 70ഉം വയസ്സ് വരെ നിലനിൽക്കുക എന്നുള്ള ചോദ്യം ഭയങ്കര ഒരു കാര്യം. വേറെ ഒരു ജീവജാലങ്ങളും ഒരു ഇണയുമായി ഇത്രയും ലോങ് ലൈഫ് ജീവിക്കാറില്ല. മനുഷ്യൻ മാത്രമാണ് ഈ എന്താ പറയുക ഒരു ഇണയുമായിട്ട് ഇത്രയും ലോങ് ലൈഫിൽ ജീവിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്, എന്താ പറയുക, അതിൻ്റെ ഗുണങ്ങളുമുണ്ട്. പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു പരിണാമമുണ്ട്, ഒരു എവല്യൂഷനുണ്ട്. റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ 18 വയസ്സിലുള്ള റിലേഷൻ ആയിരിക്കില്ല അതേ സെയിം ആളുമായിട്ട് 25 വയസ്സിൽ, 35 വയസ്സിലാകുമ്പോൾ വീണ്ടും മാറും, 45 വീണ്ടും മാറും, 50-ലും 60-ലും വീണ്ടും മാറും. ഫസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും, ലസ്റ്റ് കാണും, കാമം കാണും. അതേ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും നമുക്ക് 50-60 വയസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അപ്പം എന്താ പറയുക, അതുകൊണ്ടാണ് പല റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വെച്ച് ബ്രേക്കായി പോണത്. നമ്മളെ ഉത്തേജിപ്പിച്ച് നിർത്താൻ പറ്റില്ല. ഒരു പെണ്ണിനോ ആണിനോ അങ്ങോട്ടും ഇങ്ങോട്ടും 50 വർഷമൊന്നും ഉത്തേജിപ്പിച്ച് നിർത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ലസ്റ്റ് വയസ്സ്, കാമം വയസ്സ്. മറ്റ് പല കാരണങ്ങളാണ് അത് ആ റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യുന്നത്. അതിന് കമ്പാനിയൻഷിപ്പ് എന്നോ ഫ്രണ്ട്ഷിപ്പ് എന്നോ ഒക്കെ പറയാൻ പറ്റും. അത് ഇപ്പം ഞാൻ പറയാം, ആദ്യമേ നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മൾ കുറേ കൂടെ ഫിസിക്കലി ഇൻറ്റിമേറ്റഡ് ആയിരിക്കും. അപ്പം പിന്നെ അത് കൊച്ച് ജനിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൊച്ചിലോട്ട് ഫോക്കസ് പോകും. പിന്നെ നമ്മൾ കുടുംബം ബിൽഡ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ബിൽഡിങ്ങിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ 18 വയസ്സിൽ 20 വയസ്സിലോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിലേഷനാണ് നിങ്ങൾ 30 വയസ്സിലും എക്സ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് പരാജയപ്പെടും. അത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം രണ്ടുപേരും ഇത് മനസ്സിലാക്കണം. നമ്മുടെ ആ കാലഘട്ടം കഴിഞ്ഞു, നമ്മുടെ ഫോക്കസ് ഇപ്പോൾ വേറെയാണ്. ഇത് നാച്ചുറൽ അല്ല ആക്ച്വലി. ഇത് ആക്ച്വലി പ്രകൃതിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പീഷീസിൽ ഒരാണും പെണ്ണും ഇത്രയും വർഷം ജീവിക്കുന്നത് നാച്ചുറൽ അല്ല. നാച്ചുറലി അവരെ ഹോൾഡ് ചെയ്യാനുള്ള അതുകൊണ്ടല്ലേ നിങ്ങൾ മറ്റുള്ള സ്പീഷീസിനെ എടുത്ത് നോക്ക്. മറ്റുള്ള പട്ടിയോ പൂച്ചയോ ഇവരാരെങ്കിലും, പട്ടിയോ പൂച്ചയോ എന്നല്ല, ഏത് കിളികളോ മൃഗങ്ങളോ കാട്ടുമൃഗങ്ങളോ ആരും ഒരു ഇണയുമായി ലൈഫ് ലോങ് ജീവിക്കുന്നില്ല. മനുഷ്യന് ഈ കോൺഷ്യസ് മൈൻഡ് ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അത് മനുഷ്യനെ അടിച്ചേൽപ്പിച്ചതാണ്. മനുഷ്യനെ പണ്ട് എന്താ പറയുക, രാജഭരണം തൊട്ട് ഈ കോൺട്രാക്ട്, അതായത് ആണും കൂടെ ഈ ഫാമിലി ഈ മക്കളെ നിങ്ങൾ വേറെ നോക്കിയാൽ ആണെന്ന് പറയുന്നത്, ആണുങ്ങളെ ഡിഗ്രേഡ് പറയുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യരുത്. ആണെന്നുള്ളൊരു വിത്ത് കാളയാണ് പ്രപഞ്ചത്തിൽ. വിത്ത് പാകുക എന്നുള്ളതേ ആണിൻ്റെ ജോലിയുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് ടേക്കപ്പ് ചെയ്യുന്നത് ഫീമെയിലാണ്. നമ്മളിപ്പോൾ പട്ടിയോ പൂച്ചയോ ഏത് മൃഗങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളത് പ്രസവിച്ചതിന് ശേഷം ഈ അച്ഛൻ ഈ ഏരിയയിലും കാണില്ല. അത് ആരാണെന്ന് പോലും ചിലപ്പോൾ പലർക്കും അറിയത്തില്ല മൃഗങ്ങൾക്ക്. കാര്യം അവർ പലരുമായിട്ട് ബന്ധം വയ്ക്കും. അതിൽ ആരുടെ കൊച്ചുങ്ങളാണെന്ന് പോലും അത് അവർക്ക് വിഷയമല്ല. നമ്മളാണ് ഈ എത്തിക്സ് മോറൽസ് ഒക്കെ കൊണ്ടുവന്ന് ഇതിനെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് ചെയ്തത്. അവർക്കതൊന്നും വിഷയമല്ല. അവർ കൊച്ചുങ്ങളെ ജന്മം നൽകുന്നു, 10 കൊച്ചുങ്ങളെയൊക്കെ ഒരു സമയത്ത് പ്രസവിക്കുന്നത്. അത് ചിലപ്പോൾ 2-3 ചത്തുവും. ഉള്ളതിനെ ഫീഡ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഭക്ഷ്യസ്രോതസ്സ് കണ്ടെത്താനുള്ള രീതി വരയ്ക്കും അവരതിനെ ഗൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് അവരവരുടെ പാട്ടിന് ഇവരവരുടെ പാട്ടിന് തീർന്നു. ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു എന്താ പറയുക കടമ. നമ്മുടെ ജീവൻ നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ തലമുറ എന്നുള്ളതല്ല, നമ്മുടെ സ്പീഷ്യസിന് അടുത്ത് ഇത് നമ്മൾ ചത്തുപോയാലും നമ്മുടേതായിട്ടുള്ള ഒരു 2 പേര് വേണം എന്നുള്ളതാണ് ലോക തിയറി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ, അതായത് പ്രണയത്തിന് ബാല്യം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അപ്പോൾ അത് എത്ര പെട്ടെന്ന് ഈ കൗമാരത്തിലോട്ടും യൗവനത്തിലോട്ടും വാർദ്ധക്യത്തിലോട്ട് പോകണം, അത്രയും പെട്ടെന്ന് ആ പ്രണയം അവിടെ തീരും. അതെത്രമാത്രം പ്രണയിക്കുന്നവരത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതിനിങ്ങനെ ഒരു എവല്യൂഷൻ ഉണ്ട്. ഈ പ്രണയകാലത്തുള്ള അതേ ഇൻറ്റൻസിറ്റിയും അതേ വൈകാരികതയും
ലൈഫ് ലോങ് കിട്ടും എന്നാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. അതിന് എത്രയൊക്കെ വലിയ ബന്ധം എന്ന് പറഞ്ഞാലും നമ്മളതിനെ കോംപ്രമൈസ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. നമ്മളതിനെ കോംപ്രമൈസ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം നമുക്കത് വേണമെങ്കിൽ. സോ നമ്മളിപ്പോൾ ഒരു ആളിനെ കല്യാണം കഴിച്ചു, നമ്മൾ ജീവിച്ചു, നമ്മൾ ലൈഫ് ലോങ് അതേ പാർട്ണറായിട്ട് തുടർന്നെങ്കിൽ നമ്മൾ വലിയ എന്തോ സംഭവമായിട്ടാണ് സൊസൈറ്റി പറയുന്നത്. പക്ഷെ പ്രകൃതിക്ക് അതൊന്നുമില്ല. പ്രകൃതി അങ്ങനെയൊന്നും പറയുന്നില്ല. പ്രകൃതിയോ നേച്ചറോ ഒന്നും പറയുന്നില്ല. പ്രകൃതി നേച്ചറും പറയണത് നിങ്ങൾ ആണും ഫീമെയിലും കൂടെ ചെയ്ത് അടുത്തൊരു തലമുറ ഉണ്ടാക്കുക, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളതൊന്നും പ്രകൃതിക്ക് വിഷയമല്ല. ജീവനെ നിലനിർത്തുക എന്നുള്ളത് മാത്രമേ പ്രകൃതി പറയുന്നുള്ളൂ. ബാക്കി വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ മെയിൻ ചെയ്ത മനുഷ്യരാണ്. വേറെ ഒരു ജീവജാലങ്ങൾക്കും അതില്ല. ഓക്കെ, മനുഷ്യൻ കൂടുതൽ സ്വാധീനിക്കുന്ന, ഇപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ കൂടുതൽ സ്വാധീനിക്കുന്ന ആണ് 3 കാലഘട്ടം: ഭാവികാലം, ഭൂതകാലം, വർത്തമാനകാലം എന്ന് പറയുന്നത്. ഈ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാഷിൻ്റെ ഒരു തോട്ട് എങ്ങനെയാണ്? മനസ്സിലായി, ചോദ്യം മനസ്സിലായി. അതായത് ഭാവി, ഭൂതം, വർത്തമാനം എന്ന് പറയുന്ന 3 കാലഘട്ടമുണ്ട്. നമ്മളിപ്പോൾ മനുഷ്യന് ഈ കാലഘട്ടങ്ങളാണല്ലോ മനുഷ്യനെ പഴയ കാര്യങ്ങളെ ഓർക്കാനും പുതുതിലേക്ക് അവൻ്റെ ഫ്യൂച്ചറിലേക്ക് അവന് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്ന. അപ്പോൾ അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇത് എങ്ങനെയാണ് മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചും മാഷിൻ്റെ ഒരു അത് മനുഷ്യൻ്റെ നമ്മൾ ബ്രെയിനിലോട്ട് പോകേണ്ടി വരും. മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് മെമ്മറി, പിന്നെ ഉള്ളത് ഫ്യൂച്ചർ ഇമാജിനേഷൻ. അതിലോട്ട് നമ്മൾ കടക്കേണ്ടി വരും. മനുഷ്യൻ്റെ ഭൂതകാല നമ്മുടെ മെമ്മറിയിൽ സ്റ്റോറായി അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. പല കാര്യങ്ങളും ഫ്രഷായിട്ടല്ല ഇമാജിൻ ചെയ്യുന്നത്. നമ്മുടെ അനുഭവങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിനെ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കും. നമ്മൾക്ക് എപ്പോഴും എന്താ പറയുക, ഫ്യൂച്ചറിനെ പറ്റി പല ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഒന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഭാവിയെ പറ്റി മറന്നു കളയുക, പ്രസൻറ്റ് ജീവിക്കുക എന്ന്. നടക്കുന്ന കാര്യമല്ല. ഉറപ്പായിട്ടും അതാണ് ഞാൻ. നിങ്ങൾ പ്രസൻറ്റ് ജീവിക്കൂ, നിങ്ങൾ ഭാവിയിലെ കാര്യങ്ങൾ മറന്നു കളയൂ, നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതിരിക്കും, നടക്കില്ല. കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഈ മെമ്മറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കുക, നമ്മുടെ അനുഭവങ്ങളെ ബേസ് ചെയ്ത്. നമ്മുടെ അനുഭവങ്ങളെ ബേസ് ചെയ്തല്ലേ നമ്മൾ ഫ്യൂച്ചറിൽ അടുത്തൊരു നാളെ നമുക്ക് ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ അതേ അനുഭവം വരുമ്പോൾ നമ്മൾ പറയില്ല ഇതെനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്, ഞാൻ ഇനി അത് തെറ്റ് ചെയ്യാൻ പാടില്ല. പാസ്റ്റിൽ നിന്ന് പഠിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും പ്രസൻറ്റിൽ കറക്റ്റ് ചെയ്യുകയും ഫ്യൂച്ചറിലേക്ക് അതിനുള്ള ഡിസിഷൻ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അപ്പോൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇത് വന്നിട്ട് ഒരു മനുഷ്യനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം. കാരണം മനുഷ്യൻ്റെ ബ്രെയിൻ അങ്ങനെ ഡിസൈൻ ചെയ്യും. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾക്ക് എറേസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പഴയ ഓർക്കല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻറ്റൻഷനലി ഓർക്കാതിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് നമ്മുടെ കയ്യിലേ അല്ല, അത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോറാണ്. അത് നമ്മൾ ഓർമ്മിക്കില്ലേ എന്ന് പറഞ്ഞാൽ അത് ഓവറായിട്ട് ഓർക്കും. അത് നമുക്ക് അതും നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ അച്ഛൻ്റെ മുഖം ഇപ്പോൾ മനസ്സിൽ ആലോചിക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പം ആലോചിക്കും. അതെ, നമ്മളിത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ജിജ്ഞാസ കൂടും. സോ മനുഷ്യൻ്റെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. സോ ഇതൊന്നും നമുക്ക് പ്രസൻറ്റ് ജീവിക്കുക, നമ്മൾ പാസ്റ്റിനെ നമ്മുടെ മനസ്സിലെടുക്കാതിരിക്കുക, ഫ്യൂച്ചറിന് അതുമായിട്ട് ഫ്യൂച്ചറിനെ പറ്റി എന്താ പറയുക വ്യാകുലനാവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ സിസ്റ്റം തന്നെ മാറ്റണം. ഇത് നാച്ചുറലി ഭവിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, വളരെ നല്ല ചിന്തയും നമുക്ക്, കാരണം ഞാൻ ഒത്തിരി സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ പല മേഖലകളിൽ സംസാരിച്ച് വരുന്ന ഒരാളാണ്. അറിയാമല്ലോ, മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണക്ഷനുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന് മാഷുമായിട്ട് ഇന്നലെകളിൽ സംസാരിച്ച ഒത്തിരി കാര്യങ്ങൾ വളരെ 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 മനസ്സിൽ സ്വാധീനിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അത് മാഷിൽ നിന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്ക് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യുകയും മാഷ് എന്നോട് ആദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങി പരിചയപ്പെട്ട് എന്നെ പരിചയപ്പെട്ടെങ്കിലും നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മാഷിനെ കൊണ്ട് പറയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതെന്തായാലും മാഷിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വ്യത്യസ്തമായ ചിന്തയിലൂടെ നമുക്ക് എല്ലാവരും പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് നമ്മളും ഇപ്പോഴും പറഞ്ഞത്. പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് അതിനെ വ്യത്യസ്തമായിട്ട് പുതിയ ചിന്തകളിലൂടെ പുതിയ കാഴ്ചപ്പാടിലൂടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും അതിനെ വേറിട്ട വഴിയിലൂടെ ചിന്തിക്കാനും ഒക്കെ മാഷിൻ്റെ വാക്കുകൾ നമുക്ക് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ വളരെ സ്നേഹം. വളരെ നന്ദി. ഞാനും പല കാര്യങ്ങളും ഇന്നലെ പറഞ്ഞ ടോപ്പിക്സിലോട്ട് നമ്മൾ കടന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഇനിയും ഒരു കോൺവെർസേഷൻ നമ്മൾ തമ്മിൽ വേണമെങ്കിൽ താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഇനിയും പറയണമെന്നുണ്ട്. പലരും ശ്രദ്ധിക്കാത്ത ചില പോയിൻറ്റ്സ് ഇന്നലെ നിങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ കടന്നില്ല. അപ്പം നമുക്ക് ഇനിയും എന്താ പറയുക കോൺവെർസേഷൻസിൽ ഏർപ്പെടാം.
അതുകൊണ്ട് എന്താ പറയുക, ജനങ്ങളെ അല്ലെങ്കിൽ ആരെയും നമ്മൾ റിഫോം ചെയ്ത് കളയാമെന്നുള്ള മെൻറ്റാലിറ്റിയിലല്ല, ആൾക്കാരെ ചിന്തിപ്പിക്കുക. നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആൾക്കാരെ ശ്രദ്ധ ഒന്ന് തിരിച്ചു വിടാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. നാളെ തൊട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വന്ന് വാവ് ഇത് നിങ്ങൾ സൂപ്പറാണ് പറഞ്ഞതെന്ന് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ഉദ്ദേശിച്ചിട്ട് ആഗ്രഹമില്ല. പക്ഷേ ഈ ഒരു ആംഗിളിൽ കൂടെ നിങ്ങൾ ചിന്തിക്കൂ, ഇതിൽ കഴമ്പുണ്ടെങ്കിൽ അത് ചിന്തിച്ച് മനസ്സിലാക്കൂ എന്നുള്ള ഒരു ഉദ്ദേശമേ എനിക്കുള്ളൂ. എന്തായാലും വളരെ നന്ദി, വളരെ 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 നമസ്കാരം.